നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മനുഷ്യ ശരീരത്തിലെ ഗ്രന്ഥികളും ഹോർമോണുകളുമാണ്. അപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏതൊക്കെ ഗ്രന്ഥികളുണ്ട്? ഗ്രന്ഥികളെ എത്ര ടൈപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്? 2 തരത്തിലായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? അന്തർസ്രാവി ഗ്രന്ഥി, അതായത് എൻഡോക്രൈൻ ഗ്ലാൻഡും, പിന്നെ എന്താണ് ബഹിർസ്രാവി ഗ്രന്ഥി, അതായത് എക്സോക്രൈൻ ഗ്ലാൻഡുമാണ്. അപ്പോൾ എന്താണ് ഈ അന്തർസ്രാവി ഗ്രന്ഥിയും ബഹിർസ്രാവി ഗ്രന്ഥിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അന്തർസ്രാവി ഗ്രന്ഥികൾ അതുണ്ടാക്കുന്ന ഹോർമോണുകൾ ഡയറക്റ്റ് ആയിട്ട് എങ്ങോട്ടായിരിക്കും അത് റിലീസ് ചെയ്യുന്നത്? എങ്ങോട്ടായിരിക്കും? നമ്മുടെ രക്തത്തിലേക്കാണ് റിലീസ് ചെയ്യുന്നത് കേട്ടോ. അതായത് അന്തർസ്രാവി ഗ്രന്ഥി എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എങ്ങോട്ടാണ് റിലീസ് ചെയ്യുന്നത്? അതിൻ്റെ ഹോർമോൺസ് നമ്മുടെ രക്തത്തിലേക്ക് തന്നെ ഡയറക്റ്റ് റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടുന്ന്? എൻഡോക്രൈൻ ഗ്ലാൻഡിന് ഡക്റ്റുകളില്ല, ഡക്ട്ലെസ് ഗ്ലാൻഡുകളാണ്. അന്തർസ്രാവി ഗ്രന്ഥികൾക്ക് അത് പ്രത്യേകമായിട്ട് ഒഴുകി പോകാനായിട്ട് പ്രത്യേകമായിട്ട് അതിനൊരു പാത്ത് വേ ഇല്ല. അത് ഡയറക്റ്റ് എന്താണ് ബ്ലഡിലേക്കാണ് കലങ്ങി പോകുന്നത്. അതേസമയം എക്സോക്രൈൻ ഗ്ലാൻഡുകൾ എന്താണ്? എക്സോക്രൈൻ ഗ്ലാൻഡുകൾ അതായത് ബഹിർസ്രാവി ഗ്രന്ഥികൾ എന്താണ്? അതെ, ഗ്രന്ഥികൾ നമ്മുടെ ഹോർമോൺസ് വെളിയിലേക്ക് ഉൽപ്പാദിപ്പിച്ച് വെളിയിലേക്ക് റിലീസ് ചെയ്യാൻ കഴിയുന്ന, ട്യൂബ് വഴി വെളിയിലേക്ക് റിലീസ് ചെയ്യാൻ കഴിയുന്ന ഗ്ലാൻഡുകളാണ് എക്സോക്രൈൻ ഗ്ലാൻഡ്, അതായത് ബഹിർസ്രാവി ഗ്രന്ഥികൾ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്, അതായത് ലിവറാണ്. ലിവർ ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണ്? പിത്തരസമാണ് കേട്ടോ. പിത്തരസം അത് പിത്തസഞ്ചിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് പിന്നെ എപ്പോഴാണ് റിലീസ് ചെയ്യുന്നത്? ചെറുകുടലിലേക്ക് ഫുഡ് ഇറങ്ങി വരുന്ന സമയത്ത് ആണ് ഈ പിത്തരസം അങ്ങോട്ട് റിലീസ് ചെയ്ത് കൊടുക്കുന്നത്. മറ്റൊരു ബഹിർസ്രാവി ഗ്രന്ഥിക്ക് ഉദാഹരണം ഏതാണ്? ഉമിനീർ ഗ്രന്ഥി. ഉമിനീർ ഗ്രന്ഥി ഒരു ബഹിർസ്രാവി ഗ്രന്ഥിക്ക് ഉദാഹരണമാണ്. എത്ര ജോഡി ഉമിനീർ ഗ്രന്ഥികളുണ്ട് നമുക്ക്? നമുക്ക് 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളുണ്ട് കേട്ടോ. 3 ജോഡി. ഏതൊക്കെയാണവ? സബ്ലിംഗ്വൽ, സബ് മാക്സിലറി, പരോറ്റിഡ് എന്നിവയാണ് ആ ഗ്രന്ഥികൾ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണെന്നറിയാമോ? പരോറ്റിഡ് ഗ്ലാൻസ് ആണ് കേട്ടോ. പരോറ്റിഡ് ഗ്ലാൻസ്. കാരണം എന്താണ്? ഈ മുണ്ടിനീര്, അതായത് മംസ് വൈറസ് ബാധിക്കുന്ന ഗ്രന്ഥിയാണ് പരോറ്റിഡ് ഗ്ലാൻഡ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ മംസ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഗ്രന്ഥികൾക്ക് ഒരു വീക്കം സംഭവിക്കും. നല്ല ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ടായിട്ട് അത് നല്ലപോലെ വീക്കം വെച്ച് സൈസ് ആവും. അപ്പോൾ അവിടെ ഇങ്ങനെ വീർത്തിരിക്കും. അതാണ് മംസ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഉമിനീർ ഗ്രന്ഥിയെ കുറിച്ചാണ്. ഉമിനീർ ഗ്രന്ഥി എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഉമിനീരാണ് അല്ലേ? സലൈവയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ സലൈവയിലുള്ള ഈ അണുക്കളെല്ലാം കൊല്ലാൻ കാരണമായ ഒരു കെമിക്കൽ കോമ്പൗണ്ട് ഉണ്ട്. എന്താണ് ആ കെമിക്കല്? ലൈസോസൈമാണ് കേട്ടോ. ലൈസോസൈമാണ് നമ്മുടെ ഉമിനീരിൽ അടങ്ങിയ കെമിക്കല്. ഒരു അണുനാശിനിയായിട്ട് പ്രവർത്തിക്കുന്ന ഇത്. അടുത്ത എക്സോക്രൈൻ ഗ്ലാൻഡ് ഏതാണ്? ഒരു ഉദാഹരണം ഏതാണ്? നമ്മുടെ കണ്ണുനീർ ഗ്രന്ഥികൾ അല്ലേ? കണ്ണുനീർ ഗ്രന്ഥികൾ ഒരു എക്സോക്രൈൻ ഗ്ലാൻഡ് ആണ്. അതായത് ലാക്രിമൽ ഗ്ലാൻഡ് എന്ന് അറിയപ്പെടുന്നു. ലാക്രിമൽ ഗ്ലാൻഡ്. അപ്പോൾ നമ്മുടെ കണ്ണുനീരും ഒരു അണുനാശിനിയായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽ ഏതാണ്? അതും ലൈസോസൈം തന്നെയാണ് കേട്ടോ. ലൈസോസൈം തന്നെയാണ്. പിന്നെ നമുക്കുള്ളതാണ് സ്വെറ്റ് ഗ്ലാൻസ് കേട്ടോ. വിയർപ്പ് ഗ്രന്ഥികൾ. വിയർപ്പ് ഗ്രന്ഥികൾ എന്താണ് ചെയ്യുന്നത്? വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലേ? അപ്പോൾ അതിന്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവ് ക്രമീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിയർപ്പ് ഗ്രന്ഥികളുടെ ധർമ്മം. പിന്നെ നമുക്ക് നോക്കാനുള്ള ഒരു എക്സോക്രൈൻ ഗ്ലാൻഡ് ആണ് സെബേഷ്യസ് ഗ്ലാൻഡ്. എന്താണ് സെബേഷ്യസ് ഗ്ലാൻഡ്? നമ്മുടെ തൊലിപ്പുറത്ത് ഉണ്ടാകുന്ന എണ്ണമയം, ആ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന, ആ എണ്ണയ്ക്ക് പറയുന്നതാണ് സീബം. അപ്പോൾ ആ എണ്ണ നമ്മുടെ ചർമ്മം വരണ്ടുണങ്ങി പോകാതെ സഹായിക്കുന്നു. അപ്പോൾ അത് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളാണ് സെബേഷ്യസ് ഗ്ലാൻഡ്. ഇനി നമുക്ക് നമ്മുടെ അന്തർസ്രാവി ഗ്രന്ഥികളെ കുറിച്ച് നോക്കാം. അതായത് എൻഡോക്രൈൻ ഗ്ലാൻസിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ എന്താണ് ഈ എൻഡോക്രൈൻ ഗ്ലാൻസിന്റെ പ്രത്യേകത? ഇതിന് അവയെ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണ്
സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നില്ല, സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല, ഡയറക്റ്റ് രക്തത്തിലേക്ക് അങ്ങ് റിലീസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അതാണ് എൻഡോക്രൈൻ ഗ്ലാൻസ്. അപ്പോൾ ഇതിലെന്താണ്, ട്യൂബുകളില്ല കേട്ടോ. ഈ ഹോർമോണുകൾ ഒഴുകി പോകാനുള്ള ട്യൂബുകളില്ല. അതായത് നാളീരഹിത ഗ്രന്ഥികളാണ് എൻഡോക്രൈൻ ഗ്ലാൻസ്. നമ്മുടെ ശരീരത്തിലെ എൻഡോക്രൈൻ ഗ്ലാൻഡുകളെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് എൻഡോക്രൈനോളജി കേട്ടോ. എൻഡോക്രൈനോളജി എന്താണ്? നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡുകളെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് എൻഡോക്രൈനോളജി. നമ്മുടെ ഈ അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് എന്ത്? ഹോർമോൺ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഹോർമോൺ എന്നറിയപ്പെടുന്നത് നമ്മുടെ അന്തർസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ്. മനുഷ്യ ശരീരത്തിലെ രാസസന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത് അപ്പോൾ എന്താണ്? ഈ ഹോർമോണുകളാണ് കേട്ടോ. കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ഇൻ ദ ഹ്യൂമൻ ബോഡി. ഈ ഹോർമോൺ എന്ന പേര് ആദ്യമേ നിർദ്ദേശിച്ച വ്യക്തിയാണ് ആര്? E.H. സ്റ്റാർലിംഗ്. ഇനി നമുക്ക് ഓരോ അന്തർസ്രാവി ഗ്രന്ഥികളെ കുറിച്ചും നോക്കാം. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. തൈറോയ്ഡ് ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തർസ്രാവി ഗ്രന്ഥിയാണ് എന്ത്? നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ്. പക്ഷെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്ലാൻഡ് ഏതാണ്? അത് കരളാണ് കേട്ടോ. മനുഷ്യ ശരീരത്തിൽ ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ തൊണ്ടയുടെ മുന്നിലായിട്ടാണ് അതിന്റെ സ്ഥാനം വരുന്നത് കേട്ടോ. ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയും ഏത് തന്നെയാണ്? ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് തന്നെയാണ്. തൈറോയ്ഡ് ഗ്രന്ഥി, അതായത് തൈറോയ്ഡ് ഗ്ലാൻഡ് കറക്റ്റ് ആയിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണമെങ്കിൽ എന്ത് നമ്മുടെ രക്തത്തിൽ വേണം? അയഡിൻ വേണം കേട്ടോ, അയഡിൻ. അപ്പോൾ അയഡിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് കറക്റ്റ് ആയിട്ട് അത് പ്രവർത്തിക്കത്തുള്ളൂ. അപ്പോൾ എന്താണ് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ? എന്താണ്? ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ഫംഗ്ഷന്. അതായത് സെല്ലിന്റെ മെറ്റാബോളിസം എല്ലാം നിയന്ത്രിക്കുന്ന ആരാണ്? ഈ തൈറോയ്ഡ് ഗ്ലാൻഡിലെ ഹോർമോണാണ്. അപ്പോൾ നമ്മൾ അയഡിൻ വേണമെന്ന് പറഞ്ഞല്ലോ. അയഡിൻ കറക്റ്റായിട്ട് അതിന്റെ വേണ്ട അളവിൽ ലഭ്യമായിട്ടില്ലെങ്കിൽ ഒരു അസുഖം ഉണ്ടാകും. ആ അസുഖം എന്താണ്? സിമ്പിൾ ഗോയിറ്റർ എന്ന് പറയും, അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം കേട്ടോ. ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ സിമ്പിൾ ഗോയിറ്റർ. എപ്പോഴാണ് അത് ഉണ്ടാകുന്നത്? അയഡിന്റെ കുറവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഈ അസുഖം വരുന്നത്. അപ്പോൾ നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകളുണ്ട്. ഏതൊക്കെയാണത്? തൈറോക്സിനും കാൽസിട്ടോണിനും കേട്ടോ. തൈറോക്സിനും കാൽസിട്ടോണിനുമാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകൾ. നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ ഹോർമോൺ. അപ്പോൾ ഈ തൈറോക്സിന്റെ അളവുണ്ടല്ലോ, തൈറോക്സിന്റെ അളവ് കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും 2 തരം അസുഖങ്ങളാണ് വരുന്നത്. എവിടെയാണ്? ഈ കുട്ടികളിലും മുതിർന്നവരിലും ഈ തൈറോക്സിന്റെ അളവ് കൂടിയാലോ കുറഞ്ഞാലോ 2 സൈസ് അസുഖങ്ങൾ വരും. അപ്പൊ കുട്ടികളുടെ കാര്യം നമുക്ക് ആദ്യം നോക്കാം. കുട്ടികളിൽ ഈ തൈറോക്സിന്റെ അളവ് വേണ്ടതിലും കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കുട്ടികളിലപ്പോൾ ഉണ്ടാകുന്ന അസുഖമാണ് ക്രെറ്റിനിസം കേട്ടോ. തൈറോക്സിന്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന അസുഖമാണ് ക്രെറ്റിനിസം. ഈ തൈറോക്സിന്റെ തന്നെ അഭാവം മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന അസുഖം ഏതാണ്? മിക്സഡീമയാണ് കേട്ടോ. മിക്സഡീമയാണ് ഈ തൈറോക്സിന്റെ അഭാവം മൂലം മുതിർന്നവരിൽ കാണപ്പെടുന്ന അസുഖം, മിക്സഡീമ. ഇത് ഓർത്തു വെക്കാൻ നമുക്ക് എളുപ്പമാണ്. കാരണം എന്താണ്? കുട്ടികളിൽ ക്രെറ്റിനിസം, കുട്ടികൾ ക്രെറ്റി. പിന്നെ എന്താണ്? മുതിർന്നവരിൽ എന്താണ്? മിക്സഡീമ, മുതിർന്ന മിക്സഡീമ. അങ്ങനെ നമുക്ക് ഓർത്തു വെക്കാം. അപ്പോൾ ഈ തൈറോക്സിന് അളവിൽ കൂടി കഴിയുമ്പോൾ എന്ത് അസുഖമാണ് വരുന്നത്? ഈ തൈറോക്സിൻ അളവിൽ കൂടി കഴിയുമ്പോൾ എക്സോപ്താൽമിക് ഗോയിറ്റർ എന്ന് പറയുന്ന അവസ്ഥയാണ് വരുന്നത്. എക്സോപ്താൽമിക് ഗോയിറ്റർ എന്ന് പറയുന്ന അസുഖാവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ഒരു വീക്കം ഉണ്ടാവും. ഈ അസുഖം വേറൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. എന്താണ്? ഹൈപ്പർ തൈറോയിഡിസം കേട്ടോ. ഹൈപ്പർ തൈറോയിഡിസം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ വേറൊരു ഹോർമോണും കൂടെ നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഏതായിരുന്നത്? കാൽസിട്ടോണിനാണ് അല്ലെ. കാൽസിട്ടോണിൻ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ രക്തത്തിൽ കൂടുതലായിട്ട് ഉള്ള കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് എന്ത്? നമ്മുടെ കാൽസിട്ടോണിൻ എന്താണ്? ഏത് ഗ്രന്ഥിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ നോർമലായിട്ടുള്ള കാൽസ്യത്തിന്റെ അളവ് 9 മുതൽ 11 മില്ലിഗ്രാം വരെയാണ് എത്രയാണ്? 100 ml ബ്ലഡിൽ കേട്ടോ. അപ്പോൾ ഈ അളവിൽ
കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കാൽസിട്ടോണിനെ പ്രവർത്തിച്ച് അതിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. ഇനി നമുക്ക് നോക്കാനുള്ളത് പാരാതൈറോയിഡ് ഗ്രന്ഥി. പാരാതൈറോയിഡ് ഗ്രന്ഥി എന്ത് ഹോർമോണാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? പാരാത് ഹോർമോൺ എന്ന് പറയും കേട്ടോ, പാരാത് ഹോർമോൺ. അപ്പോൾ എന്താണ് പാരാത് ഹോർമോണിന്റെ ഫംഗ്ഷൻ? നമ്മുടെ ശരീരത്തിലെ കാൽസ്യത്തിന്റെ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ ആ ലെവലിനെ ഉയർത്താൻ, ആ ലെവലിൽ കാൽസ്യത്തിന്റെ ലെവൽ കൂട്ടാൻ വേണ്ടിയാണ് എന്ത് സഹായിക്കുന്നത്? പാരാത് ഹോർമോൺ സഹായിക്കുന്നത്. പാരാത് ഹോർമോൺ എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഏത് ഗ്രന്ഥിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? അത് നമ്മുടെ പാരാതൈറോയിഡ് ഗ്ലാൻഡുകളാണ് കേട്ടോ, പാരാതൈറോയിഡ് ഗ്ലാൻഡുകൾ. അപ്പോൾ ഈ കാൽസ്യത്തിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ബ്ലഡിൽ കാൽസ്യത്തിന്റെ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു അസുഖ അവസ്ഥ ഉണ്ടാവും കേട്ടോ. എന്താണ്? ടെറ്റനി എന്ന് പറയും. ടെറ്റനി എന്താണ്? ഈ കാൽസ്യത്തിന്റെ അഭാവം മൂലം നമ്മുടെ മസിലുകൾ വലിഞ്ഞു മുറുകി അങ്ങ് കട്ടിയായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ടെറ്റനി കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് എന്താണ്? പീയൂഷഗ്രന്ഥിയാണ്. പീയൂഷഗ്രന്ഥി അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഈ ഗ്രന്ഥിയെ വേറൊരു പേരിലും അറിയപ്പെടും. എന്താണ്? മാസ്റ്റർ ഗ്ലാൻഡ്, അതായത് നായക ഗ്രന്ഥി എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ നായക ഗ്രന്ഥി അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് എന്ത്? സൊമാറ്റോട്രോപ്പിൻ കേട്ടോ, സൊമാറ്റോട്രോപ്പിൻ അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോൺ എന്നും അറിയപ്പെടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വളർച്ചാ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഹോർമോണാണ് എന്ത്? സൊമാറ്റോട്രോപ്പിൻ. സൊമാറ്റോട്രോപ്പിൻ ഏത് ഗ്ലാൻഡാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് കേട്ടോ. ഇതിന്റെ ഈ ഹോർമോൺ അറിയപ്പെടുന്ന വേറൊരു പേരെന്താണ്? ഗ്രോത്ത് ഹോർമോൺ. അപ്പോൾ നമ്മുടെ വളർച്ചാ കാലഘട്ടത്തിൽ ഈ സൊമാറ്റോട്രോപ്പിൻ കറക്റ്റ് ആയിട്ട് ഉണ്ടെങ്കിലേ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിലേ എന്ത് ഗ്രോത്ത് കറക്റ്റ് ആയിട്ട് സംഭവിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഹോർമോണിന്റെ കുറവ് കാരണം വരുന്ന അസുഖമാണ് എന്ത്? വാമനത്വം എന്ന് പറയും. വാമനത്വം. സൊമാറ്റോട്രോപ്പിന്റെ കുറവ് കാരണം വരുന്ന അസുഖമാണ് വാമനത്വം, അതായത് ഡ്വാർഫിസം എന്ന് പറയും. അതേസമയം ഈ വളർച്ചാ ഹോർമോൺ അതായത് സൊമാറ്റോട്രോപ്പിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അസുഖം ഏതാണ്? ജൈജാൻറ്റിസം ആണ് കേട്ടോ. ജൈജാൻറ്റിസം അതായത് ഭീമാകാരത്വം എന്ന് പറയും. അപ്പോൾ നമ്മുടെ വളർച്ചാ കാലഘട്ടത്തിൽ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിന്. അപ്പോൾ ഇതിന്റെ കുറവ് എന്ത് അസുഖത്തിലാണ് കലാശിക്കുന്നത്? ഡ്വാർഫിസം അതായത് വാമനത്വം. ഈ ഹോർമോണിന്റെ ഉൽപാദനം കൂടുതലാണെങ്കിൽ എന്ത് അസുഖം വരും? ജൈജാൻറ്റിസം അതായത് ഭീമാകാരത്വം എന്ന അസുഖത്തിലേക്കാണ് ഇത് നയിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വളർച്ചാ കാലഘട്ടത്തിലാണ് ഈ സൊമാറ്റോട്രോപ്പിന് ഏറ്റവും ഇമ്പോർട്ടന്റ് റോള് പ്ലേ ചെയ്യുന്നത് നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ ആ വളർച്ചാ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷവും എന്താണ് ഇതിന്റെ ഈ സൊമാറ്റോട്രോപ്പിന്റെ പ്രൊഡക്ഷൻ കൂടി കഴിയുകയാണെങ്കിൽ അത് വേറൊരു അസുഖത്തിന് വഴിയൊരുക്കും. അതാണ് ആക്രോമെഗലി എന്ന് പറയും കേട്ടോ. ആക്രോമെഗലി അതായത് നമ്മുടെ ശരീരത്തിലെ അഗ്രഭാഗങ്ങൾ അതായത് നമ്മുടെ വിരൽ തുമ്പുകൾ, താടിയുടെ തുമ്പ് ഇതെല്ലാം എന്ത് സംഭവിക്കും? നീളം വെച്ച് ഇങ്ങനെ എന്താണ് അവിടെ മാത്രം ഒരു ഗ്രോത്ത് കാണാൻ സാധിക്കും. ആ ഒരു അവസ്ഥയാണ് അക്രോമെഗലി എന്ന് പറയും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ പീയൂഷഗ്രന്ഥി അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ നായകഗ്രന്ഥി എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? നമ്മുടെ നായകഗ്രന്ഥി മറ്റുള്ള എല്ലാ ഗ്ലാൻഡുകളുടെയും പ്രവർത്തനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ നായകഗ്രന്ഥി അതായത് മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയപ്പെടുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയെ കുറിച്ച് ഇപ്പോൾ പഠിച്ചല്ലോ. ആ തൈറോയ്ഡ് ഗ്രന്ഥി കറക്റ്റ് ആയിട്ട് പ്രവർത്തനം കാണിച്ചു വെക്കണമെങ്കിൽ നമ്മുടെ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന ഹോർമോൺ ഉണ്ടെങ്കിലേ തൈറോയ്ഡ് ഗ്ലാൻഡ് കറക്റ്റ് അതിന്റെ ഫംഗ്ഷൻ കാണിക്കത്തുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു ഹോർമോണാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു ഹോർമോണാണ് പ്രോലാക്റ്റിൻ എന്ന് പറയുന്നത്. പ്രോലാക്റ്റിന് എന്തിനാണ് സഹായിക്കുന്നത്? പ്രോലാക്റ്റിൻ ഹോർമോൺ എന്തിനാണ് സഹായിക്കുന്നത്? പാലിന്റെ ഉൽപാദനത്തിനാണ് ഈ പ്രോലാക്റ്റിൻ ഹോർമോൺ സഹായിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഗ്രന്ഥിയെ കുറിച്ച് നോക്കാം. പീനിയൽ ഗ്രന്ഥി, പീനിയൽ ഗ്ലാൻഡ്. അപ്പൊ എന്താണ് പീനിയൽ ഗ്ലാൻഡ്? ജീവിതത്തിന്റെ താളാത്മകതയെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് നമ്മുടെ പീനിയൽ ഗ്ലാൻഡ്. ഈ പീനിയൽ ഗ്രന്ഥി അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ജൈവ ഘടികാരം എന്നും അറിയപ്പെടുന്നുണ്ട് പീനിയൽ ഗ്ലാൻഡ്. നമ്മുടെ PSC സ്ഥിരം കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ബയോളജിക്കൽ ക്ലോക്ക് ഇൻ ഹ്യൂമൻ ബോഡി. അപ്പോൾ എന്താണ് ഉത്തരം? പീനിയൽ ഗ്ലാൻഡ് ആണ് കേട്ടോ. നമ്മുടെ പീനിയൽ ഗ്ലാൻഡ് പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകളാണ്. ഏതൊക്കെ?
മെലാട്ടോണിനും സെറാറ്റോണിനും. കേട്ടോ, മെലാട്ടോണിനും സെറാറ്റോണിനും. അപ്പോൾ മെലാട്ടോണിൻ എന്തിനാണ് സഹായിക്കുന്നത്? നമുക്ക് ഉറക്കം വരാൻ വേണ്ടിയാണ് മെലാട്ടോണിൻ സഹായിക്കുന്നത്. അതായത് നമ്മൾ പഠിക്കാനൊക്കെ ഇരിക്കുമ്പോൾ ഉറങ്ങിപ്പോവുമല്ലോ. അപ്പൊ ആ ഉറക്കത്തിന് കാരണം ഈ മെലാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. ആരാണ് ഉണ്ടാക്കുന്നത് ഈ ഹോർമോണ്? ഏത് ഗ്രന്ഥിയാണ്? പീനിയൽ ഗ്ലാൻഡ് ആണ് കേട്ടോ. പിന്നീട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് നമ്മുടെ പീനിയൽ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് എന്ത്? സെറാട്ടോണിൻ. അപ്പൊ സെറാട്ടോണിൻ എന്തിനാണ് സഹായിക്കുന്നത്? നമ്മുടെ മൂഡൊക്കെ, നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ എന്താണ് ആ ഒരു മൂഡൊക്കെ അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് സെറാട്ടോണിൻ. അത് നമ്മുടെ മെലാട്ടോണിനില്ലേ, നമുക്ക് ഉറക്കം പ്രദാനം ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ. ആ മെലാട്ടോണിന്റെ കൂടെ തന്നെ പ്രവർത്തിച്ച് നല്ലൊരു ഉറക്കം റെഗുലേറ്റ് ചെയ്യാനും എല്ലാം നമ്മളെ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഈ സെറാട്ടോണിൻ. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ മാറലിന് സമീപമുള്ള ഒരു ഗ്ലാൻഡാണ്. എന്താണ്? തൈമസ് ഗ്രന്ഥി. തൈമസ് ഗ്രന്ഥി അതായത് യുവത്വ ഗ്രന്ഥി. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ തൈമസ് ഗ്രന്ഥി യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത്? അതൊരു 10-15 വയസ്സ് വരെയൊക്കെ ഈ ഗ്രന്ഥി കറക്റ്റ് നമ്മുടെ ശരീരത്തിൽ കാണത്തുള്ളൂ. അത് കഴിഞ്ഞ് ഇതങ്ങ് അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ തൈമസ് എന്ത് ഹോർമോണാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? തൈമോസിൻ എന്ന് പറയുന്ന ഹോർമോണാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. എന്ത്? നമ്മുടെ തൈമസ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധത്തിനൊക്കെ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് എന്ത്? നമ്മുടെ ഈ തൈമോസിൻ. ഇനി നമുക്ക് അടുത്ത ഗ്രന്ഥിയെ കുറിച്ച് നോക്കാം. അടുത്ത ഗ്രന്ഥിയാണ് ആഗ്നേയഗ്രന്ഥി, അതായത് പാൻക്രിയാസ്. ഈ ആഗ്നേയഗ്രന്ഥി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സ്വീറ്റ് ബ്രെഡ്. നമ്മുടെ പാൻക്രിയാസ് ഒരേ സമയം എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ടും എക്സോക്രൈൻ ഗ്ലാൻഡ് ആയിട്ടും ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അതായത് അന്തർസ്രാവി ഗ്രന്ഥിയായിട്ടും ബഹിർസ്രാവി ഗ്രന്ഥിയായിട്ടും ഒരേ സമയം ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ആഗ്നേയ ഗ്രന്ഥിയിൽ ഉൾപ്പെടുന്ന ഒരു കോശ സമൂഹമുണ്ട്. കുറെ കോശങ്ങൾ ഇങ്ങനെ ചിതറിക്കിടപ്പുണ്ട്. അപ്പോൾ അതിൽ 2 തരം കോശങ്ങളുണ്ട്. ഈ കോശ സമൂഹത്തിനെ നമ്മൾ വിളിക്കുന്ന എന്ത് പേരാണെന്ന് അറിയാമോ? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻ എന്ന് പറയും. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻ. അപ്പോൾ ഈ കോശ സമൂഹം നമ്മുടെ ആഗ്നേയഗ്രന്ഥിയിലാണ് കാണപ്പെടുന്നത്. അവിടെ ഏതൊക്കെ തരത്തിലുള്ള കോശങ്ങളുണ്ട്? 2 തരത്തിലുള്ള കോശങ്ങളാണ് മെയിനായിട്ട് ഇവിടെ കാണപ്പെടുന്നത്. ഏതൊക്കെയാണവ? ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളുമാണ് കേട്ടോ. ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും. ആൽഫ സെൽസ്, ബീറ്റ സെൽസ് കേട്ടോ. നമ്മുടെ ആഗ്നേയ ഗ്രന്ഥിയിലെ ആൽഫ സെല്ലുകൾ, ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് എന്ത്? ഗ്ലൂക്കഗോൺ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഗ്ലൂക്കഗോൺ നമ്മുടെ ആഗ്നേയ ഗ്രന്ഥിയിലെ ആൽഫ കോശങ്ങൾ നിർമ്മിക്കുന്ന ഹോർമോണാണ്. അതേസമയം ബീറ്റ കോശങ്ങൾ എന്താണ് നിർമ്മിക്കുന്നത്? ബീറ്റ കോശങ്ങൾ നിർമ്മിക്കുന്ന ഹോർമോണാണ് എന്ത്? ഇൻസുലിൻ കേട്ടോ. ഇൻസുലിൻ അതായത് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെയൊക്കെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഈ ഇൻസുലിൻ ഹോർമോണിനെ ആദ്യമായി വേർതിരിച്ചെടുത്ത് പഠിച്ച 2 സയന്റിസ്റ്റുകളാണ് ആരൊക്കെ? ഫ്രെഡറിക് ബാൻഡിങ്ങും ചാൾസ് എസ് ബെസ്റ്റും. അപ്പോൾ എന്താണ് ഇൻസുലിന്റെ ധർമ്മം? എന്താണ്? രക്തത്തിൽ കൂടുതലായിട്ടുള്ള ഗ്ലൂക്കോസിനെ, അതായത് രക്തത്തിൽ കൂടുതലായിട്ടുള്ള ഷുഗറിന്റെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഇൻസുലിൻ. അപ്പോൾ നമ്മുടെ ഗ്ലൂക്കോസിന്റെ നോർമൽ അളവ് എത്രയാണ്? 70 mg to 110 mg/100 ml ആണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ അളവില് കൂടാനോ കുറയാനോ പാടില്ല. എന്ത്? നമ്മുടെ ഈ ഷുഗറിന്റെ അളവ്, രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ്. അപ്പോൾ കൂടിക്കഴിഞ്ഞാൽ ഈ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് നമ്മുടെ ഇൻസുലിൻ. അപ്പോൾ ഇൻസുലിൻ എന്താണ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഈ അളവ് കുറയ്ക്കുന്നത്? രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്നത്? നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിനെ, അധികമായ ഗ്ലൂക്കോസിനെ ഇൻസുലിൻ എന്തായിട്ട് മാറ്റും? ഗ്ലൈക്കോജൻ എന്ന വകഭേദമായിട്ട് ഇതിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് ഗ്ലൈക്കോജൻ എന്ന രൂപത്തിലേക്ക് ഈ ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്ത് മാറ്റും ഇൻസുലിൻ. പിന്നീട് എന്ത് സംഭവിക്കും? ഈ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റിയതിന് ശേഷം ഈ ഗ്ലൈക്കോജൻ എവിടെ പോയാണ് സംഭരിക്കപ്പെടുന്നത്? നമ്മുടെ കരളിലാണ് പോയി സംഭരിക്കപ്പെടുന്നത്. നമ്മുടെ ഗ്ലൈക്കോജൻ നമ്മുടെ കരളിലാണ് പോയി സംഭരിക്കപ്പെടുന്നത്. നമ്മൾ ആദ്യമേ ഒരു ഹോർമോൺ പഠിച്ചിരുന്നല്ലോ, ഗ്ലൂക്കഗോൺ. നമ്മുടെ ആഗ്നേയഗ്രന്ഥിയിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലൂക്കഗോൺ. അപ്പോൾ ഗ്ലൂക്കഗോൺ എന്താണ് ചെയ്യുന്നത്? ഈ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോൾ ആ അളവിനെ കൂട്ടാൻ സഹായിക്കുന്ന ഹോർമോണാണ് എന്ത്? ഗ്ലൂക്കഗോൺ.
അപ്പോൾ അതെന്താണ് ചെയ്യുന്നത് അവിടെ? ഈ ഗ്ലൂക്കഗോൺ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് സംഭരിച്ച് വെച്ചിരിക്കുന്ന എന്താണ് ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റി രക്തത്തിലേക്ക് അലിയിച്ച് ചേർക്കുകയാണ് നമ്മുടെ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻസുലിന് രക്തത്തിൽ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഷുഗറിന്റെ അളവ് കൂടിക്കൊണ്ടേയിരിക്കും നമ്മുടെ ബ്ലഡിൽ. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് എന്തറിയപ്പെടുന്നത്? അതായത് ഇൻസുലിന്റെ അപര്യാപ്തത മൂലം വരുന്ന അവസ്ഥയാണ്, രോഗാവസ്ഥയാണ് എന്ത്? ഡയബറ്റിസ് മെലിറ്റസ് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഡയബറ്റിസ് മെലിറ്റസ് എന്നറിയപ്പെടുന്നത് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിന്റെ അപര്യാപ്തത മൂലം വരുന്ന ഒരു രോഗമാണ്. അപ്പോൾ ലോക പ്രമേഹ ദിനം എന്നാണ്? ലോക പ്രമേഹ ദിനം അത് നവംബർ 14 കേട്ടോ. നവംബർ 14 നമ്മുടെ ചിൽഡ്രൻസ് ഡേ, ശിശുദിനം വരുന്നത് നവംബർ 14 തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതായത് നമ്മുടെ ആഗ്നേയഗ്രന്ഥി എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ടും എക്സോക്രൈൻ ഗ്ലാൻഡ് ആയിട്ടും ഒരേ സമയം പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ആൽഫ സെല്ലും ബീറ്റ സെല്ലുകളും ഉൽപ്പാദിപ്പിച്ച ഹോർമോണുകളായ എന്താണ് ഗ്ലൂക്കോഗോണും ഇൻസുലിനും എന്തിനാണ് സഹായിക്കുന്നത്? ഈ ശരീരത്തിലെ രക്തത്തിലെ നമ്മുടെ ഷുഗറിന്റെ അളവ് നില കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണ് ഈ ഹോർമോണുകൾ സഹായിക്കുന്നത്. അത് എപ്പോഴാണ് ഉണ്ടാക്കിയത്? നമ്മൾ ഏത് കേസ് പറഞ്ഞപ്പോഴാ? നമ്മുടെ ആഗ്നേയഗ്രന്ഥിയുടെ നമ്മൾ അന്തർസ്രാവി ഗ്രന്ഥിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കേസിലെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇനി ഇത് ബഹിർസ്രാവിയായിട്ടും പ്രവർത്തിക്കും. അതായത് കുറച്ച് ഹോർമോണുകൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഇത് പ്രവർത്തിക്കും. അപ്പൊ ഏതൊക്കെ ഹോർമോണുകളാണ് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? നമ്മുടെ ആഗ്നേയഗ്രന്ഥി. അപ്പോൾ കുറച്ച് ദഹനരസങ്ങളാണ് കേട്ടോ. ദഹനരസങ്ങളാണ് ഉൽപ്പാദിപ്പിച്ച് ഇത് സംഭരിച്ചു വെക്കുന്നത്. ദഹനരസങ്ങളായ ഏതൊക്കെയാണ്? ട്രിപ്സിൻ, അമിലേസ്, ലിപ്പേസ് എന്നിവയൊക്കെയാണ് ആ ദഹനരസങ്ങൾ. അപ്പോൾ അത് ഉൽപ്പാദിപ്പിച്ച് അത് സംഭരിച്ചു വെക്കും ആര്? നമ്മുടെ ആഗ്നേയഗ്രന്ഥി. അപ്പോൾ നമ്മുടെ ആഹാരം ദഹന സമയത്ത് ആഹാരം പക്വാശയത്തിലെ ചെറുകുടലിലെ പക്വാശയത്തിലേക്ക് എത്തുമ്പോഴത്തേക്കിനും ആണ് ഏതൊക്കെ ഈ ദഹന രസങ്ങൾ, ഈ ഹോർമോണുകൾ, ഈ ഡൈജഷന് സഹായിക്കുന്ന ഹോർമോണുകൾ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലും. ഏതൊക്കെയാണ്? ട്രിപ്സിൻ, ലിപ്പേസ്, അമിലേസ് എന്നീ ദഹനരസങ്ങൾ പക്വാശയത്തിലേക്ക് ചെല്ലും ദഹനത്തിനായിട്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് അതിവൃക്കാഗ്രന്ഥിയാണ്. അതിവൃക്കാഗ്രന്ഥി അതായത് അഡ്രിനൽ ഗ്ലാൻഡ്. എവിടെയാണ് അഡ്രിനൽ ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ വൃക്കകൾക്ക് മുകളിൽ ഒരു തൊപ്പി പോലെയാണ് ഈ അഡ്രിനൽ ഗ്ലാൻഡുകൾ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് അതിവൃക്കാഗ്രന്ഥിയെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? ഔട്ടർ കോർട്ടക്സും ഇന്നർ മെഡുല്ലയും. അതായത് പുറം ഭാഗത്തുള്ള ഭാഗമാണ് കോർട്ടക്സ്, ഉള്ളിലുള്ള ഭാഗമാണ് മെഡുല്ല. അപ്പോൾ ഈ പുറം ഭാഗം, അതായത് ഔട്ടർ കോർട്ടക്സ് ഉണ്ടാക്കുന്ന ഹോർമോണുകളാണ് എന്ത്? കോർട്ടിക്കോസ്റ്റെറോയിഡുകൾ. എന്താണ്? കോർട്ടിക്കോസ്റ്റെറോയിഡുകൾ നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിന്റെ പുറം ഭാഗമായ കോർട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ്. അപ്പോൾ അതിലെ പ്രധാനമായ ഒരു ഹോർമോണാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോർട്ടിസോള് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് അസുഖമാണ് വരുന്നതെന്ന് അറിയാമോ? അഡിസൺസ് ഡിസീസ് എന്ന് പറയും. അഡിസൺസ് ഡിസീസ്. ഈ കോർട്ടിസോളിന്റെ തന്നെ അമിതമായ ഉൽപാദനം കാരണം ഉണ്ടാകുന്ന അസുഖമാണ് എന്ത്? കുഷിങ് സിൻഡ്രോം എന്ന് പറയും. കുഷിങ് സിൻഡ്രോം. ഇനി നമുക്ക് ഇതിന്റെ ഉൾഭാഗമായ അഡ്രിനൽ ഗ്ലാൻഡിന്റെ ഉൾഭാഗമായ മെഡുല്ല ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകൾ നോക്കാം. ഏതൊക്കെയാണവ? അഡ്രിനാലിനും നോർ അഡ്രിനാലിനും കേട്ടോ. അഡ്രിനാലിനും നോർ അഡ്രിനാലിനുമാണ് ആ ഹോർമോണുകൾ. ഏത്? നമ്മുടെ മെഡുല്ല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ. അപ്പോൾ ഈ ഹോർമോണുകൾ എല്ലാവരും അറിയുന്ന ഒരു ഹോർമോണാണ്. എന്തിനാണ് ഇത് സഹായിക്കുന്നത്? ഈ അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. നമ്മുടെ എമർജൻസി ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് അഡ്രിനാലിന് കേട്ടോ. ഈ അഡ്രിനാലിൻ ഹോർമോണിന് തന്നെ വേറൊരു പേരും കൂടെ ഉണ്ട്, എപ്പിനെഫ്രിൻ എന്നാണ് കേട്ടോ. എപ്പിനെഫ്രിൻ എന്നാണ് ഈ അഡ്രിനാലിൻ ഹോർമോണിന്റെ തന്നെ മറ്റൊരു പേര്. നമ്മുടെ ശരീരത്തിലെ അടിയന്തര ഹോർമോൺ, അതായത് എമർജൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിനാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടുകയോ നമ്മൾ ഭയപ്പെടുകയോ അല്ലെങ്കിൽ ഭീതി കൊണ്ട് ഓടാൻ പോകുമ്പോഴോ ഒക്കെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടൊരു ഒരു എനർജി തരുന്ന ഒരു ഹോർമോണാണ്, ഒരു പവർ തരുന്ന ഹോർമോണാണ് എന്ത്? അഡ്രിനാലിന്. ഈ ഹോർമോൺ ഫിയർ ഫ്ലൈറ്റ് ഫ്ലീ ഹോർമോൺ എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പേടിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയമിടിപ്പ്, ഹൃദയസ്പന്ദനം ഒക്കെ കൂടുന്നത് എന്തുകൊണ്ടാണ്? ഈ അഡ്രിനാലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ നോർ അഡ്രിനാലിന് അറിയപ്പെടുന്ന വേറൊരു പേരെന്താണ്? സർജിക്കൽ ഹോർമോൺ എന്നും നോർ അഡ്രിനാലിൻ അറിയപ്പെടുന്നുണ്ട് കേട്ടോ.
അല്ലെങ്കിൽ നോറെപ്പിനെഫ്രിൻ എന്നും ഇത് അറിയപ്പെടുന്നു. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ തലച്ചോറിന്റെ ഭാഗമായ ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ്. അപ്പോൾ നേരത്തെ നമ്മൾ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഹൈപ്പോതലാമസ് ഒരു ന്യൂറോക്രൈൻ ഗ്ലാൻഡ് കൂടിയാണ്. എന്താണ്? നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗവുമാണ്, കൂടാതെ തന്നെ അതൊരു ഗ്ലാൻഡ് ആയിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ഹോർമോൺസ് ആണ് ഈ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഒന്ന് ഓക്സിറ്റോസിനും മറ്റൊന്ന് വാസോപ്രസിനുമാണ് കേട്ടോ. വാസോപ്രസിനും ഓക്സിറ്റോസിനും. അപ്പോൾ ഓക്സിറ്റോസിൻ എന്തിനാണ് സഹായിക്കുന്നത്? ഗർഭാശയത്തിന്റെ വികാസത്തിനും സങ്കോചത്തിനും ഒക്കെ സഹായിക്കുന്ന ഹോർമോണാണ് എന്ത്? ഓക്സിറ്റോസിൻ. അതേസമയം വാസോപ്രസിൻ എന്തിനു സഹായിക്കുന്ന ഹോർമോണാണ്? നമ്മുടെ വൃക്കകളിൽ കൂടെ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ. ഈ വാസോപ്രസിൻ തന്നെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ആന്റി ഡയൂററ്റിക് ഹോർമോൺ കേട്ടോ. ആന്റി ഡയൂററ്റിക് ഹോർമോൺ. അപ്പോൾ ഇത് എന്തിനാണ് സഹായിക്കുന്നത്? ശരീരത്തിലെ ജലാംശം നിലനിർത്താനാണ് സഹായിക്കുന്നത്. ജലത്തെ പുനരാകിരണം ചെയ്യാനാണ് സഹായിക്കുന്നത്. ഈ ADHന്റെ അപര്യാപ്തത മൂലം, ഈ ADHന്റെ ഉൽപാദനം കുറവായാൽ വരുന്ന ഒരു അസുഖമാണ് എന്ത്? ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയും. ജലം കൂടുതലായിട്ട് മൂത്രമായി വെളിയിലേക്ക് പോകുന്ന അവസ്ഥയാണത്. അപ്പോൾ ജലം കൂടുതലായി നഷ്ടപ്പെടുന്ന ഈ അവസ്ഥയാണ് എന്ത്? ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയും. ഏതിന്റെ കുറവ് കാരണമാണ്? ADH ഹോർമോണിന്റെ കുറവ് കാരണമാണ് കേട്ടോ. ആന്റി ഡയൂററ്റിക് ഹോർമോണിന്റെ കുറവ് കാരണമാണ്. പക്ഷെ ഇൻസുലിന്റെ കുറവ് മൂലം വരുന്ന അസുഖത്തിന്റെ അവസ്ഥയുടെ പേരെന്താണ്? അത് ഡയബറ്റിസ് മെലിറ്റസ് ആണ് കേട്ടോ. ഡയബറ്റിസ് മെലിറ്റസ്. രണ്ടും മാറിപ്പോവല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ ഗ്രന്ഥികളെ കുറിച്ച് അത്യാവശ്യം എല്ലാം കവറായി പോയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞു? ഗ്രന്ഥികളെ കുറിച്ച് പറഞ്ഞു. ഗ്രന്ഥികളെ ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ബാഹ്യഗ്രന്ഥി, ബഹിർസ്രാവി ഗ്രന്ഥികളുണ്ട്. പിന്നെന്താണ്? അന്തർസ്രാവി ഗ്രന്ഥികളുണ്ട്. അതായത് എൻഡോക്രൈൻ ഗ്ലാൻഡുകളും എക്സോക്രൈൻ ഗ്ലാൻഡുകളും ഉണ്ട്. എക്സോക്രൈനകത്ത് എന്തൊക്കെ ഉദാഹരണമാണ് പറഞ്ഞത്? നമ്മുടെ കണ്ണുനീർ ഗ്രന്ഥി, ഉമിനീർ ഗ്രന്ഥി അല്ലേ, കരള്, പിന്നെ സെബേഷ്യസ് ഗ്ലാൻഡ്, സ്വെറ്റ് ഗ്ലാൻഡ്, ഇതൊക്കെയായിരുന്നു. പിന്നെന്താണുള്ളത്? നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡുകളിൽ എന്തൊക്കെയാണ് വരുന്നത്? നമ്മുടെ ആഗ്നേയഗ്രന്ഥി, പീയൂഷഗ്രന്ഥി, തൈറോയ്ഡ് ഗ്ലാൻഡ്, പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് എന്നിവയൊക്കെയായിരുന്നു. പിന്നെ എന്തൊക്കെ നമ്മൾ നോക്കി? പല അസുഖങ്ങളും നോക്കി അല്ലെ? ഈ ഹോർമോണിന്റെ കുറവും കൂടുതലും കാരണം വരുന്ന പലതരം അസുഖങ്ങളെ കുറിച്ച് നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ നമ്മളെല്ലാം അത്യാവശ്യം കവർ ചെയ്ത് പോയിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. അപ്പം താങ്ക് യു.